ലോക ചാപ്റ്റർ 1 ചന്ദ്ര റിലീസായ അന്നു മുതൽ ഏറ്റവും അധികം ഡിസ്കഷൻ നടക്കുന്ന ഒരു തിയറിയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും അവസാനം കാണിക്കുന്ന ഗുഹയിലുള്ള ഈവിളായിട്ടുള്ള ടൊവിനോയുടെ ചാത്തൻ ആക്ച്വലി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ARM അഥവാ അജയൻ്റെ രണ്ടാം മോഷണ സിനിമയിലെ ടൊവിനോയുടെ തന്നെ മണിയൻ എന്ന ക്യാരക്ടറാണ് എന്നുള്ളത്. സിനിമ ഇറങ്ങിയ അന്ന് തൊട്ടേ ഒരു തിയറി നല്ലപോലെ പോകുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ഡൗൺ ആയി. ഇപ്പോൾ അതേ പാർട്ട് 2 അനൗൺസ്മെൻറ്റ് ടീസർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഈ ഒരു ചാത്തനെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ തിയറീസ് റീസർഫസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? മണിയൻ കണക്റ്റ് ആവുമ്പോൾ മൾട്ടിവേഴ്സ് ആണെന്നൊക്കെ ഒരുപാട് പേർക്ക് ഇപ്പോഴും ജെനുവിൻലി ഡൗട്ടുണ്ട്. ഞങ്ങൾ ലോക റിലേറ്റഡ് ആയിട്ട് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ. അതിൽ ആ ഒരു തുടങ്ങിയ ടൈം തൊട്ടേ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നു ഈ മണിയനെ പറ്റിയിട്ട്. ഇടയ്ക്ക് അത് നിൽക്കും. പിന്നെ നമ്മളിതുപോലെ പുതിയ വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ അറിഞ്ഞ് അവിടോട്ട് വീണ്ടും വരും. അപ്പോൾ വീണ്ടും മണിയൻ ഡിസ്കഷൻ ഓൺ ആവും. അങ്ങനെ ഒരു 3-4 വട്ടമെങ്കിലും മിനിമം ആ ഒരു ഗ്രൂപ്പിൽ പല ടൈമിലായിട്ട് മണിയൻ ഡിസ്കഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ ജെനുവിൻലി ഇതിനെ പറ്റിയിട്ട് കൺഫ്യൂസ്ഡ് ആണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. സോ വെൽക്കം ടു ഷോട്ട് ഓൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ആദ്യം നമുക്ക് ARMലേക്ക് പോവാം. ARMൻ്റെ ബേസിക് പ്ലോട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബഹിരാകാശത്ത് നിന്നും ഒരു ഉൽക്ക വന്ന് ഭൂമിയിലേക്ക് വീഴുന്നു. ഇത് വന്ന പ്ലാനറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിൻ എന്താണ്, അതൊന്നും തന്നെ നമുക്കറിയില്ല. പക്ഷേ ഇതിന് എന്തൊക്കെയോ സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് ഉണ്ടെന്ന് മാത്രം അറിയാം. അപ്പോൾ ഈ ഉൽക്കയുടെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഒരു രാജാവ് ചിയോതി വിളക്ക് നിർമ്മിക്കുന്നത്. ഈ ചിയോതി വിളക്കിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു ഹോൾ സ്റ്റോറി പല കാലഘട്ടങ്ങളിലായിട്ട് നടക്കുന്നത്. സിനിമയിലുടനീളം 3 ടൊവിനോ ക്യാരക്ടേഴ്സാണ് ഉള്ളത്. 3 കാലഘട്ടങ്ങളിലായി: കുഞ്ഞിക്കേളു, മണിയൻ, അജയൻ. ഇക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ ക്യാരക്ടർ മണിയനായിരുന്നു. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ആൻഡ് ഈ ഒരു കൂട്ടത്തിൽ നിലവിൽ ഇമ്മോർട്ടലായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറും മണിയനാണ്. ചിയോതി വിളക്കിൽ നിന്നാണ് മണിയനും കൂടെ ഉണ്ടായിരുന്ന ജഗദീഷിൻ്റെ കൊല്ലൻ നാണു എന്ന ക്യാരക്ടറിനും ഇമ്മോർട്ടാലിറ്റി അഥവാ അമരത്വം കിട്ടുന്നത്. അതായത് ഈ 2 ക്യാരക്ടേഴ്സും ഒരിക്കലും മരിക്കില്ല. പിന്നീട് തലമുറകൾക്കിപ്പുറം അജയൻ്റെ കഥ കാണിക്കുമ്പോഴും ആ ഒരു ലോകത്ത് ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അജയനെ പലപ്പോഴും ആരൊക്കെ എവിടെ നിന്നൊക്കെ രക്ഷിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് മണിയനാണെന്നുള്ളൊരു ടീസ് നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നു. അത് അജയൻ പ്രേതത്തെ കാണുന്ന പോലെയൊക്കെയാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്തെങ്കിലും ഇവഞ്ച്വലി അവസാനം നമുക്ക് മനസ്സിലാവുന്നു അതല്ല, മണിയൻ തന്നെ ആയിരിക്കാം എന്നുള്ളത്. എന്തൊക്കെ സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് ആ ഒരു ഹോൾ പ്ലേസിൽ ഉടനീളം ഉണ്ട്. അതിന് കാരണം ചിയോതി വിളക്കാണ്. പിന്നെ ഇവഞ്ച്വലി മണിയൻ ഈ ചിയോതി വിളക്ക് ആർക്കും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിനടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അജയൻ അവസാനം കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അജയൻ എടുക്കുന്നൊരു സമയം. അതിന് തൊട്ട് മുമ്പ് വരെ അജയൻ കൊക്കയിൽ നിന്ന് താഴേക്ക് വീണു. അതേപോലെ ഒരുപാട് മുറിവുകളുണ്ട്, ടയേർഡാണ്. പക്ഷേ ദ മൊമെൻറ്റ് അജയൻ ആ ഒരു ചിയോതി വിളക്ക് എടുക്കുകയും കയ്യിലെ മുറിവുകളെല്ലാം ഉണങ്ങുന്നു, കുറച്ചുകൂടെ എനർജി കിട്ടുന്നു എന്നൊരു ലെവലിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കരയിലോട്ട് കയറുമ്പോഴാണ് വില്ലൻ ക്യാരക്ടറുമായിട്ടുള്ള ചെറിയ ഫൈറ്റ് വരുന്നത്. അപ്പോൾ നേരെ നിൽക്കുന്ന ഒരു അജയനാണെങ്കിൽ നോർമലി അങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുക. വലിയ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒന്നും വേണ്ട. പക്ഷേ ഓൾറെഡി വളരെയധികം ടയേർഡായ മുറിവുകളൊക്കെ ഉണ്ടായിരുന്ന അജയനെ ഇൻസ്റ്റൻ്റ്ലി നോർമൽ ലെവലിലോട്ട് ആക്കിയതിന് ചിയോതി വിളക്കിന് വലിയൊരു പങ്കുണ്ടെന്ന് തന്നെ പറയാം. അതായത് വളരെ കുറച്ച് നേരം മാത്രം ചിയോതിയോടൊക്കെ കൈപ്പിടിച്ച അജയന് കയ്യിലെ മുറിവുകൾ ഉണങ്ങി കുറച്ചുകൂടി ഹെൽത്തിയായി മാറിയെങ്കിൽ ഒരുപാട് കാലം ഇത് കൂടെ കൊണ്ട് നടന്ന മണിയന് എത്രത്തോളം എബിലിറ്റീസ് ഉണ്ടായേക്കാം. അത് തന്നെയാണ് സിനിമയിലെ ഏറ്റവും അവസാനത്തെ ഒരു ക്ലൂവും. മണിയനും അതേപോലെ കൊല്ലൻ നാണും ഇപ്പോഴും ആ ലോകത്ത് എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് ആ ഒരു അമരത്വം അല്ലെങ്കിൽ ഇമ്മോർട്ടാലിറ്റി കൊടുക്കാനുള്ള റീസൺ ഈ ചിയോതി വിളക്കാണ്. അതിലൂടെ അവർക്ക് വേറെ പല സൂപ്പർ നാച്ചുറൽ പവേഴ്സും കിട്ടിയിട്ടുണ്ടായിരിക്കാം എന്ന രീതിയിലും ഒരുപാട് ടീസുകളുണ്ട്. ഇതൊക്കെ തന്നെ പൂർണ്ണമായിട്ടും സിനിമയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ഒരുപാട് ടീസുകളായിട്ടും ക്ലൂസായിട്ടും ഇട്ട് തന്നിരിക്കുകയാണ്. മണിയൊരു സ്പിൻ ഓഫ് സിനിമ ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ തൊട്ട് സിനിമ ഇറങ്ങിയ ടൈം തൊട്ടേ പറയുന്നതാണ്. ഇപ്പോൾ അത് വീണ്ടും മണിയൻ ഇനിയും വരുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ 1 വർഷം സ്പെഷ്യൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്യൂച്ചറിൽ അത് വരുമ്പോൾ ഈ ഒരു കേസിലെ കൂടുതൽ ക്ലാരിറ്റി നമുക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ARMന് അതിൻ്റേതായ ഒരു ലോകമുണ്ട്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനിയിപ്പോൾ മണിയൻ്റെ സ്പിൻ ഓഫ് സിനിമ വരാൻ പോകുന്നത്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്കുള്ള പല മിസ്റ്ററികളുടെയും ചുരുളഴിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ അവർക്ക് അവരുടേതായ ഒരു യൂണിവേഴ്സ് ഉള്ളപ്പോൾ എന്തിനാണ് ലോക യൂണിവേഴ്സുമായിട്ട് ഇത് കണക്റ്റ് ആക്കുക? ഇനി ഒരു സ്റ്റോറിയിലേയും വെച്ച് തന്നെയുള്ള മറ്റൊരു ലോജിക്കുണ്ട്. ആ ഒരു ലോജിക്ക് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഒരിക്കലും മണിയൻ ലോക യൂണിവേഴ്സിൽ കണക്റ്റ് ആവില്ല എന്ന്. ARMലെ 3 കാലഘട്ടങ്ങളിലുള്ള 3 ടൊവിനോ ക്യാരക്ടേഴ്സും ഒരേ ബ്ലഡ് ലൈനിൽ പെടുന്നവരാണ്. അതായത് കുഞ്ഞിക്കേളുവിൻ്റെ കൊച്ചുമകനാണ് മണിയൻ, മണിയൻ്റെ കൊച്ചുമകനാണ് അജയൻ. മണിയൻ്റെ കൊച്ചുമകനാണ് അജയൻ എന്നുള്ള സിനിമ തുടക്കം തൊട്ടേ റെഫർ ചെയ്യുന്ന ഒരു മെയിൻ പ്ലോട്ട് പോയിന്റ്സിലൊന്നാണ്. കുഞ്ഞിക്കേളു എങ്ങനെ കണക്റ്റ് ആവുന്നു എന്നുള്ളത് വളരെ 2 ചെറിയ ഡയലോഗ്സ് വെച്ചിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് ഈ കുഞ്ഞിക്കേളുവിന് ലവ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ചോതി, ഐശ്വര്യ ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടർ നാഗർകോവിലേക്ക് പോയെന്നും ഗർഭിണിയാണെന്നും ഒക്കെ തുടക്കത്തിൽ സിനിമയിൽ റെഫർ ചെയ്യുന്നുണ്ട്. പിന്നീട് മണിയനെ പിടിക്കാൻ വേണ്ടി പോലീസ് വന്ന സമയത്ത് നാഗർകോവിൽ നിന്നുമാണ് മണിയൻ വന്നതെന്നും ഒരു ചെറിയ രീതിയിലുള്ള ഡയലോഗ് കേൾക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ
ഈ കുഞ്ഞിക്കള്ളുവിൻ്റെ കൊച്ചുമകനാണ് മണി എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് മണിയൻ്റെ കൊച്ചുമകനാണ് അജയൻ എന്നുള്ള സിനിമയിലുടനീളമുള്ളൊരു കാര്യമാണ്. സോ അങ്ങനെ ഡയറക്റ്റ്ലി അച്ഛൻ മകൻ കൊച്ചുമകൻ അങ്ങനെ പോവാതെ ഇടവിട്ട് ഓരോ ജനറേഷൻ ഇടവിട്ടാണ് ഈ ഒരു ക്യാരക്ടേഴ്സിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് വേയും കൂടെ ആയിരുന്നു. മണിയൻ്റെ അച്ഛനുണ്ട്, മണിയന്റെ അച്ഛന് ഒരു കഥയുണ്ട്. ഇപ്പൊ കുഞ്ഞിക്കള്ളുവിന്റെ ടൈം ലൈൻ കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു 1-2 ജനറേഷൻസ് എങ്കിലും കഴിഞ്ഞിട്ടാണ് ഈ ജനറേഷൻ വരുന്നത്. അപ്പൊ ഒരു ക്ലാത്തൻ എന്ന് പറയുന്ന അച്ഛൻ ക്യാരക്ടർ റീല് കണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് പറയുന്നത് കുഞ്ഞിക്കേളുവിന്റെ മകനാണ്. അത് ക്ലിയർ ആയല്ലോ, കുഞ്ഞിക്കേളുവിന്റെ മകനല്ല. കുഞ്ഞിക്കേളുവിന്റെ മകനല്ല. അതെ. പക്ഷെ കുഞ്ഞിക്കേളുവിന്റെയും ഈ ചോദിക്കും ഉണ്ടായ ഒരു ജനറേഷൻ, ആ ലീനേജിൽ പെടുന്ന 2ാമത്തെ 3ാമത്തെ ജനറേഷനാണ്. സോ ഇതിലൂടെ തന്നെ ഇത് ചാത്തനല്ല നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ചാത്തന്മാരെ പറ്റിയുള്ള പുരാണം ക്വിക്കായിട്ട് നമുക്കൊന്ന് പറയാം. ആദ്യം ഒരേ ഒരു ചാത്തൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ശിവന്റെയും പാർവതിയുടെയും പുത്രനാണ്. പിന്നീട് മൃഗാസുരനെ നേരിടാൻ വേണ്ടിയിട്ട് ഈ ചാത്തൻ സ്വയം സ്പ്ലിറ്റ് ചെയ്ത് 400 കുട്ടിച്ചാത്തന്മാരാകുന്നു. അതിൽ 10 ചാത്തന്മാർ ബാക്കിയുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വയം ആ ഒരു ഫൈറ്റിൽ ത്യാഗം ചെയ്യുന്നു. അങ്ങനെ 390 ചാത്തന്മാരാണ് പിന്നീട് അവശേഷിക്കുന്നത്. ഇതേ സെയിം നമ്പറാണ് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ടോവിനോടെ മൈക്കൽ ചാത്തൻ പറയുന്നത് 389 സഹോദരങ്ങൾ കൂടി തനിക്കുണ്ടെന്ന്. അപ്പോൾ ആ ഒരു 390 ചാത്തന്മാരെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന ചാപ്റ്റർ 2 വരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ആ ഒരു ചാത്തന്മാരുടെ ലോക യൂണിവേഴ്സിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ്ലി പുരാണത്തിൽ നിന്നായിരിക്കില്ല, ഏലിയൻ കണക്റ്റഡ് ആയിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മൂത്തോൻ, മമ്മൂക്കയുടെ മൂത്തോൻ എന്ന ക്യാരക്ടർ ഏലിയൻ സ്പേസ്ഷിപ്പിൽ നിന്നും വന്നതാണെന്നും ഒരു തുടക്കത്തിലെ ആനിമേഷനിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അത് ബേസ് ചെയ്ത് നമ്മളൊരു ഹോൾ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു തിയറിയാണ് ഈ ചാത്തന്മാരും ആക്ച്വലി ഏലിയൻസ് ആയേക്കാവുന്നത്. കാരണം ആ ഒരു തുടക്കത്തിലെ ആനിമേഷനിൽ കുറേ ഐഡൻറ്റിക്കലായിട്ടുള്ള കുട്ടികൾ നിൽക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഇവരുടെ അടുത്ത് സ്പേസ് ബോർഡ് പോലെ എന്തോ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ മൂത്തോനടക്കമുള്ള ക്യാരക്ടേഴ്സും പിന്നെ യക്ഷിയായിട്ടുള്ള നീലിക്ക് പവേഴ്സ് കിട്ടുന്നത് പോലും ഈ പുറത്തു നിന്നും വന്നൊരു വൈറസ് കാരണമെന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഇവിടുത്തെ ഐതിഹ്യങ്ങളും കുറച്ച് മാറ്റി സൈഫൈ ലെവലിലോട്ടാണ് ലോക പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചാത്തന്മാരും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഡയറക്റ്റ് ഈ പറഞ്ഞ ശിവൻ്റെയും പാർവതിയുടെയും പുത്രനായിട്ടായിരിക്കില്ല, ഏലിയൻ ബീയിങ് ആയിട്ടായിരിക്കും വരിക. പിന്നെ കത്തനാർ നീലിയോട് സിനിമയിൽ പറയുന്ന ഒരു സീനുണ്ട്, നമ്മുടെ ലോകത്തിന് പുറത്തുള്ള കുറേ ബീയിങ്സ് ഉണ്ട്, അതിലൊരു ചാത്തൻ ഉണ്ടെന്ന്. അപ്പോൾ അതിലൂടെ നമുക്ക് കൺഫേം ചെയ്യാം ചാത്തൻ എന്ന് പറയുന്നത് ഏലിയൻ ബീയിങ് ആണ്. അപ്പോൾ ഈ ചാത്തന്മാർ ഏലിയൻ ബീയിങ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ ഇക്കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രം എങ്ങനെയാണ് ഒരു അച്ഛനും മുത്തച്ഛനും ഒക്കെ ബ്ലഡ് ലൈൻ ത്രൂ ഉണ്ടാവുക? ഇപ്പോൾ ദത്തെടുത്തിട്ടൊക്കെയുള്ള പല സിറ്റുവേഷൻസും കാണിച്ചേക്കാം ലോകയിലുടനീളം. പക്ഷേ ബ്ലഡ് ലൈൻ വെച്ച് കണക്ട് ചെയ്ത് എങ്ങനെയാണ് ഈ 390 ചാത്തന്മാരിൽ ഒരാൾക്ക് മാത്രം അച്ഛനും മുത്തച്ഛനും അമ്മയൊക്കെ ഉണ്ടാവുന്നത്? അവിടെ ആണെങ്കിൽ ലോജിക്ക് ഫുള്ളി പൊളിയുന്നത്. ഈ ഒരൊറ്റ പോയിൻ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരൊറ്റ പോയിൻ്റ് കൊണ്ട് മണി ഒരിക്കലും ലോകയുമായിട്ട് കണക്ട് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന്. ഇനി നമുക്ക് ഒഫീഷ്യൽ സൈഡിൽ നോക്കാം. ARMൻ്റെ ഡയറക്ടർ ജിതിൻ ലാൽ റീസെൻ്റ് ഒരു ഇൻ്റർവ്യൂവിൽ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു മണിയൻ ചാത്തനല്ല എന്നുള്ളത്. അതേപോലെ ടൊവിനോ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനടിയിൽ ഒരാൾക്ക് റിപ്ലൈ കൊടുത്ത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു മണിയൻ ചാത്തനല്ല, രണ്ടും എൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ഒഫീഷ്യൽ ടീമിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്, ഒരിക്കലും ഇത് ആ ക്യാരക്ടർ അല്ല, ഇവർ സെപ്പറേറ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്. പക്ഷേ എന്നിട്ടും ആൾക്കാർ സ്റ്റിൽ എന്താ പറയുക, മറ്റേ നോവേ ഹോം എഫക്റ്റ് ഒക്കെ ആയിരിക്കും, ആൻഡ്രൂ ഗാർഫീൽഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വന്നില്ലേ, അതുപോലെ വരും എന്നാണ് ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം മാർവൽ അന്ന് ആ ഒരു മൂവി ഇറക്കിയപ്പോൾ അവർക്ക് ആൻഡ്രൂ ഗാർഫീൽഡിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞത് പോസിബിൾ ആയിരുന്നു. പിന്നെ അവർക്ക് മൾട്ടിവേഴ്സ് എന്നൊരു എലമെൻ്റ് ഉണ്ടായിരുന്നു, അതായിരുന്നു ആ ഒരു ഹോൾ മൂവിയുടെ തന്നെ പോയിൻറ്റും. എന്നാൽ ഈ ഒരു ലോക യൂണിവേഴ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ഒറിജിനലി നല്ല രീതിയിലൊരു യൂണിവേഴ്സ് ഉണ്ട്. അതിൽ ഓൾറെഡി 390 ടൊവിനോ ഉണ്ട്. അത് കൂടാതെ മൾട്ടിവേഴ്സിൽ നിന്നൊക്കെ മണിയനെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഇക്കൂട്ടത്തിലാണ് മണിയനാണെന്ന് പറയുക എന്നുള്ളത് ഒരിക്കലും ലോജിക്ക് ഉണ്ടാക്കുന്നില്ല. ഇനി നമുക്ക് ലീഗലായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ സൈഡിലോട്ട് പോകാം. ARM പ്രൊഡ്യൂസ് ചെയ്തത് UGM സിനിമാസും മാജിക് ഫ്രെയിംസും ചേർന്നാണ്. അപ്പോൾ ഇവരുടെ കയ്യിലാണ് നിലവിൽ ഈ ക്യാരക്ടേഴ്സിനെല്ലാം മണി അടക്കമുള്ള ക്യാരക്ടേഴ്സിനെല്ലാം റൈറ്റ്സ് ഉള്ളത്. അപ്പോൾ ഇവരുമായിട്ടൊരു കോൺട്രാക്റ്റ് വേഫാർ ഉണ്ടായി. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റവന്യൂ ഷെയറോ അല്ലെങ്കിൽ ഒരു അവർക്കായിട്ടൊരു പേയ്മെൻറ്റോ അങ്ങനെ കുറേ ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് മണിയനെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ, അല്ലാതെ ചുമ്മാ മണിയനെ കൊണ്ടുവരാൻ പറ്റില്ല. ഈ നോവേ ഹോം ഒക്കെ കാരണം ഒരുപാട് പേർക്ക് ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയാണ് ഇതൊക്കെ വളരെ സിമ്പിളാണെന്നുള്ളത്. മാർവലിൻ്റെ കേസിൽ അത് സിമ്പിളാണ്, കാരണം മാർവലിൻ്റെ ഇപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും റൈറ്റ്സ് ഉണ്ട്. ആകെ പ്രശ്നമുള്ളത് സോണിയുമായിട്ടാണ് സ്പൈഡർമാൻ്റെ, അത് അവർ ഡീലായിട്ടാണ് ഈ പറഞ്ഞ ഫുൾ നോവേ ഹോം അടക്കമുള്ള സിനിമകൾ വന്നത്. ഫോക്സിനെ മേടിച്ചു, എല്ലാ റൈറ്റ്സും കയ്യിലുള്ളതുകൊണ്ടാണ് ഡെഡ്പൂൾ വൂൾവറിൻ വന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം മാർവൽ എന്ന ഒറ്റ ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന ക്യാരക്ടേഴ്സാണ്, അല്ലാതെ ഒരിക്കലും സൂപ്പർമാനെയോ ബാറ്റ്മാനെയോ DC ഇവർ കൊണ്ടുവന്നില്ല. ഈവൻ ഇഫ് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ജെയിംസ് ഗണ്ണിനും കെവിൻ ഫെയ്ഗും കൂടെ സംസാരിച്ചിട്ട് ഒരു മാർവൽ DC ക്രോസ് ഓവർ ഉണ്ടായിക്കൂടെ, അല്ലെങ്കിൽ ഡൂംസ് ഡേയിൽ സൂപ്പർമാനെ കൊണ്ടുവന്നൂടെ എന്നൊക്കെ നമുക്ക് പറയാം, രണ്ടുപേരും ഫ്രണ്ട്സാണ്. പക്ഷേ വൈ ഷുഡ് ദേ? അതാണ് ദ ഹോൾ പോയിൻറ്റ്. ഇങ്ങനെയൊക്കെ കൊണ്ടുവരാമെന്നുള്ളത് നമുക്ക് പല പോസിബിലിറ്റീസ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ സംസാരിച്ചാൽ പോരെ. ഇപ്പോൾ തന്നെ മാജിക് ഫ്രെയിംസിനും വേഫാറായിട്ട് സംസാരിച്ചാൽ പോരെ, കൊണ്ടുവന്നൂടെ. പക്ഷേ എന്തിനു കൊണ്ടുവരണം?
ഓൾറെഡി രണ്ട് സെപ്പറേറ്റ് ലോകങ്ങളായിട്ട് നല്ലപോലെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കുളവാക്കുന്നത്? വൈ വുഡ് ദേ ഈവൻ ഡു ദാറ്റ്? ലോക യൂണിവേഴ്സ് വന്നപ്പോഴാണ് മാർവൽ ഡി സി ഒക്കെ പോലെ നമുക്ക് സ്വന്തമായിട്ടൊരു യൂണിവേഴ്സ് കിട്ടുന്നത്. പണ്ട് നമ്മൾ മാർവൽ ഡി സിയുടെ ഒരുപാട് ഫാൻ തിയറീസ് കൊമിക്സിൽ നിന്നും അല്ലാതെയൊക്കെ എടുത്ത് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഐതിഹ്യങ്ങളും വേൾഡ് വൈഡ് ഉള്ള പുരാണങ്ങളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്താണ് വരുന്നത്. അപ്പോൾ തിയറീസ് ഉണ്ടാക്കാനും ഒരുപാട് കാര്യങ്ങൾ പറയാനും ഇഷ്ടം പോലെ സ്കോപ്പ് ഉണ്ട്. ആൾക്കാർ നല്ലപോലെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിലും ഒരുപാട് ലോക തിയറി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ പറയുന്നത് പോലെയല്ല ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ പല പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ ആ ഒരു കുട്ടിച്ചാത്തൻ അടുത്ത പടത്തിൽ വരുമോ, ലോക 2-ൽ വരുമോ, ഭ്രമയുഗത്തിലെ ചാത്തൻ വരുമോ, മിന്തൻ മുരളി വരുമോ, അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഐ തിങ്ക് ഇതിൻ്റെ എല്ലാ റെഫറൻസുകൾ മേ ബി കാണാൻ ചാൻസ് ഉണ്ട്. കാരണം മൈ ഡിയർ കുട്ടിച്ചാത്തൻ നമ്മുടെ നാട്ടിൽ അത്രത്തോളം ഫെനോമിനോൺ ആയ ഒരു കണ്ടന്റ് ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യ 3D സിനിമ, മലയാള സിനിമയെ മാറ്റിമറിച്ച, ഇന്ത്യൻ സിനിമയെ മാറ്റിമറിച്ചൊരു കണ്ടന്റ് ആണ്. അപ്പോൾ അതിലേക്കുള്ള എന്തെങ്കിലും റെഫറൻസ് മേ ബി ടൊവിനോയുടെ ഒരു ലുക്ക് ആ ഒരു ചാത്തൻ ഇൻസ്പയർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മിന്നൻ മുരളി ഇൻസ്പയർ ചെയ്യുന്ന ലുക്കിലുള്ള ഒരു ക്യാരക്ടർ വന്നേക്കാം.